ഉഷേ ഇവിടെ ഒന്ന് വരൂ. ആ റേഡിയോ ഒന്ന് തിരിച്ചു വെക്കൂ, കാണട്ടെ എത്ര പഴയതാണ് അത്. ആ റേഡിയോ ഒന്ന് നോക്കൂ. ഇത്ര ചെറുപ്പക്കാരങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞങ്ങളൊക്കെയാ പറയണ വെച്ചാ പിന്നെ ഒരു നോക്കട്ടെ. എന്ത് രസല്ലേ ഈ റേഡിയോ ഒക്കെ പണ്ടത്തെ കാലത്തെ റേഡിയോ. എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്റെ വിചാരം എന്താ അറിയോ, ഈ റേഡിയോന്റെ പിന്നിലിരുന്നിട്ട് ഒരാളിരുന്ന് പാടുണ്ടെന്നാ. ഇതിന്റെ ഉള്ളിൽ നിന്നാ കേൾക്കണമെന്നൊന്നും ഇഷ്ടമില്ല. എന്റെ വിചാരം എന്താന്ന് വെച്ചാ അതിന്റെ പിന്നിലിരുന്ന് ആരോ പാണ്ട 8-10 വയസ്സായിട്ടില്ലേ, ആദ്യമായിട്ട് കാണുമല്ലേ. അപ്പൊ അയ്യോ ആരാ അതിന്റെ പിന്നിലിരുന്ന് പാടുന്നിട്ട് ഞാനും അനിയനും കൂടി ഇങ്ങനെ 4 പുറം നടക്കും ആളെ കാണാൻ. എവിടെ കാണണ ഒന്നുമില്ല. അങ്ങനെ ഉപ്പിലാറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ ഇങ്ങനത്തെ റേഡിയോ. ഞാൻ നല്ല രസം. അപ്പൊ എല്ലാരും യേശുദാസ് പിന്നിൽ വന്നിരിക്കണ്ടെന്നാ പറയാ ഞങ്ങളോടൊക്കെ. യേശുദാസ് അപ്പൊ പാട്ട് കേൾക്കുമ്പോ ഇതാണ് അത്രക്കൊക്കെ നിശ്ചയൊന്നുമില്ല. റേഡിയോ എല്ലാത്തിനും ഉണ്ടല്ലോ. അനിയപ്പനെ വാങ്ങിയത് ആദ്യം റേഡിയോ കൊണ്ടുവരും. അത് വാങ്ങി കഴിഞ്ഞിട്ട് ഇതേമാതിരി റേഡിയോ ഞാൻ കണ്ടു. പിന്നെ പിന്നെയാണ് വാങ്ങിയത്. മറ്റത് ചെറിയ ഫിലിപ്സിന്റെ റേഡിയോ ആയിരുന്നു. ഇത് വലിപ്പം ഇത്ര തന്നെ ഇല്ല. അത് എന്നിട്ട് ഓരോ ദിവസവും അനിയപ്പം വരുമ്പോ അത് കൊണ്ടുവരും. അനിയപ്പം കോഴിക്കോടാ. അത് വരുമ്പോ അത് കൊണ്ടുവരും. കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ ദിക്കിലേക്കും കൊണ്ടുപോകും. 2 ദിവസം പണ്ട്. പക്ഷെ ഈ റേഡിയോ ഒന്നും കണ്ടിട്ടില്ലേ. ഞങ്ങളുടെ അവിടെ ആ ഭാഗത്തുനിന്ന് പാട്ട് കേട്ടാ ആ പറമ്പിന്റെ അറ്റത്ത് പോയി നിന്നിട്ട് അത് കേൾക്കും. ഞാനും അനിയനും കൂടിയിട്ട് ഇങ്ങനെ കേൾക്കും. അത് എന്തോ ഒരു ഭയങ്കര ഒരു സംഭവമാണെന്നാ വിചാരേ. ഇതാണെന്നുള്ളത് പിന്നല്ലേ അറിയണേ. ഇപ്പൊ എന്തൊക്കെയായി, ഇപ്പൊ റേഡിയോ ആയി, TV ആയി. അതെ, നിന്ന് പാട്ട് കേൾക്കാന്ന് പറഞ്ഞില്ലേ, അവനവര് പാട്ട് പാടും. ഞാൻ പാടി നിങ്ങളാരും ഓടരുത്. അത് ആ ഒരു തീരുമാനം ഉണ്ടെങ്കിലേ പാടുള്ളൂ. വാതിലൊക്കെ മഞ്ഞക്കിളി സ്വർണ്ണക്കിളി മയിൽപീലിക്കാട്ടിലെ വർണ്ണക്കിളി, അച്ഛനുണ്ടോ നിനക്കമ്മയുണ്ടോ, അനിയത്തി കൂട്ടിനുണ്ടോ, വീട്ടിലനിയത്തി കൂട്ടിനുണ്ടോ, മഞ്ഞക്കിളി സ്വർണ്ണക്കിളി. അമ്മ ഈ വീട്ടിൽ അച്ഛന വീട്ടിൽ ഞങ്ങൾ അനാഥരല്ലോ. ഇത്ര അറിയുള്ളൂ. എനിക്ക് വരി അറിയില്ല. അതാ ഉഷ പാടെ. ഉഷ പാടിക്കോളും. ഉഷ പാടിക്കോളും. ഉഷ പാടിക്കോളും. അറിയൊക്കെ ചിപ്പയ്ക്ക് പാടാറിഞ്ഞിട്ടാ ഞാൻ. മുമ്പ് ഈ റേഡിയോ ഇല്ലേ, ഇത് ഇത്രയും വലിപ്പമുണ്ടല്ലോ. ഇതിലേറെ വലുതുണ്ടായിരുന്നു ഒരു കാലത്ത്. വലിയതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ റേഡിയോകൾ, ചെറിയ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്ര വലിപ്പമുള്ള റേഡിയോകള് ചെറുത് അത് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ അന്നത്തെ ഫാഷൻ എന്ന് വെച്ചാൽ അന്ന് ഗൾഫിൽ നിന്ന് അത് കൊണ്ടുവരിക. അപ്പൊ ഈ പറയുന്ന ആൾക്കാര് ഇത് അതിന് ബെൽറ്റൊക്കെ ഉണ്ട്. എന്നിട്ട് അവര് ഇത് കൈയെടുത്ത് നോക്കിയിട്ട് പാട്ടും വെച്ച് ഇങ്ങനെ ബാഗ് തൂക്കണ പോലെ അതും തൂക്കിയിട്ട് അങ്ങനെ. അപ്പൊ ഈ പറഞ്ഞ പോലെയാണ് എപ്പോഴായാലും പാട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഈ പഴയ പാട്ടുകള്, നാടകഗാനങ്ങളും മറ്റൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ രസമാണല്ലോ. നാടകഗാനം ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയല്ലേ. എന്ത് രസമുള്ള നാടകഗാനം. നാടകഗാനം ഒന്നും എനിക്കറിയില്ലേ. വീട്ടിലുണ്ട് റേഡിയോ ചെറുത്. ഞങ്ങള് രാവിലെ നിറ്റ വശം അതോട് ഓണാക്കിയ ശരി. പിന്നെ രാത്രി കിടക്കുന്ന പാടി TV വെച്ച കാണണം. പണി നടക്കില്ല, അവിടെ ഇരുന്ന് കാണണ്ടേ. മൊബൈലാണെങ്കിലും നമ്മൾ ഇരുന്ന് കാണണം. റേഡിയോ ആവുമ്പോ നമുക്ക് പണികൾ നടക്കും, വിവരങ്ങൾ അറിയുകയും ചെയ്യാം. ഇതിന്റെ മുമ്പ് അറിയും നമ്മള്. എന്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് റേഡിയോ എല്ലാ വിവരങ്ങളും അറിയാം. വാർത്തകള്, സ്വർണത്തിന്റെ ഇന്ന് എത്ര കോടി, അമ്മ ഓടിച്ചെല്ലും. ഇന്ന് സ്വർണത്തിന്റെ വില അറിയട്ടെ എല്ലാ കാര്യങ്ങളും അതിലാണ്. നല്ല നല്ല പാട്ടുകള്. ബുധനാഴ്ച ദിവസം ഉണ്ടല്ലോ രാവിലെ 9 മണി വരെ, പിന്നെ ഉച്ചയ്ക്ക് 1:30 ഒരു പാട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ 9 മണി വരെ ചലച്ചിത്ര ഗാനം. അത് കഴിഞ്ഞാൽ 9 മണി തൊട്ടിട്ട് 9:30 വരെ ഗാനതരംഗിണിയാണ്.
പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് 1 മണി തൊട്ടിട്ട് 2 മണി വരെ ഇത്രയൊക്കെ ഇപ്പൊ ടി വി ഒക്കെ ഉണ്ടെങ്കിലും റേഡിയോന്റെ ഒരു ഇത് വേറെ തന്നെയാ. അതിന്റെ ഒരു റേഡിയോ ഇപ്പൊ 90ന്റെ നിറവിലാണ് റേഡിയോ. എന്താ പരിപാടികളെന്ന് അറിയോ? അതല്ലേ അതിന്റെ ഒരു ഇത് വേറെ തന്നെയാ. എനിക്ക് വന്നായിരുന്നു ഒരു തങ്കമണി പറഞ്ഞിട്ട് അവരുടെ ഒക്കെ പരിപാടികൾ മണിയാട്ടി അവരൊക്കെ നല്ല ഇതല്ലായിരുന്നു. പഴയ കാലത്തെ ആർട്ടിസ്റ്റുകൾ. ഉഷേ എവിടെയാ? തുടങ്ങി നീ വേഗം പൊക്കോളൂ, വർത്താനം പറയലൊക്കെ നിർത്തി പൊക്കോളൂ.